ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എഞ്ചിനീയേഴ്സാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അപ്പം ശരിക്കും കമ്പനികൾ, ബിസിനസ്, ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് ആണല്ലോ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആളുകളാണല്ലോ, MBA ചെയ്ത ആളുകളാണല്ലോ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനീ പറയുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനികളെ പറ്റിയാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഡാറ്റ പ്രകാരം 5500ഓളം കമ്പനികൾ ഈ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഫൗണ്ട് ചെയ്തിരിക്കുന്നത് IIT എഞ്ചിനീയേഴ്സാണ്. IIT നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സാണ്. ഏതാണ്ട് 1500 കമ്പനികളാണ് IIM നിന്ന് പാസ് ചെയ്തിട്ടുള്ള, പല IIMകളിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള MBA ഗ്രാജുവേറ്റ്സ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 2 to 3% മാത്രമാണ് മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ്സ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അപ്പം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ, നമ്മളീ കാണുന്ന പല സ്റ്റാർട്ടപ്പുകളുടെയും ഫൗണ്ടേഴ്സ് ആയിരിക്കുന്ന ആളുകളെല്ലാം എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അതിൽ തന്നെ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 110-111ഓളം യൂണിക്കോൺസ് ഉണ്ട്. അതിലൊരു 60 യൂണിക്കോൺസും ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എഞ്ചിനീയേഴ്സാണ്, IIT ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണ്. അപ്പോൾ ഇത് വളരെ രസകരമായ സംഭവമാണ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ്സ് അല്ലേ കമ്പനികൾ ഫൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാണല്ലോ ബിസിനസ് പറ്റി പഠിക്കുന്നത്. എഞ്ചിനീയേഴ്സ് കൂടുതലും പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് കാര്യങ്ങളല്ലേ. അപ്പം എങ്ങനെയാണ് ഈ പറഞ്ഞ എഞ്ചിനീയേഴ്സ് മാനേജ്മെൻറ്റ് ആളുകളെക്കാളും കൂടുതൽ കമ്പനികൾ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു ഫണ്ടമെൻ്റൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ നോക്കിക്കഴിയുമ്പം എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിപ്പിക്കുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. നമ്മൾ എഞ്ചിനീയേഴ്സ് എല്ലാം ശരിക്കും സോൾവിങ് ദ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ പറ്റിയാണ് പഠിക്കുന്നത്. മാനേജ്മെൻറ്റിൽ പഠിക്കുന്നത് പ്രോബ്ലം മാനേജ് ചെയ്യാനാണ്, അല്ലെങ്കിൽ MBAയിൽ മാനേജ്മെൻറ്റ് ഡിഗ്രികൾ പഠിപ്പിക്കുന്നത് പ്രോബ്ലം മാനേജ് ചെയ്യാനാണ്. അപ്പോൾ ശരിക്കും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എപ്പോഴും ഈ നമ്മളീ കാണുന്ന ഈ ന്യൂ ഏജ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എല്ലാം ഓരോരോ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുന്നവരാണ്. പക്ഷേ MBA അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളുകൾ പഠിപ്പിക്കുന്നത് പ്രോബ്ലം മാനേജ് ചെയ്യാനാണ്. അവർ മാനേജേഴ്സാണ്. അതൊരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മാനേജ്മെൻറ്റ് ഗ്രാഡ്സ് പലപ്പോഴും കമ്പനികൾ ഫൗണ്ട് ചെയ്യുന്നത് കുറവാണ് വെൻ കമ്പയർ ടു ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനേക്കാളും? അതിനൊരു മറ്റൊരു ഉപോത്പലമായിട്ടുള്ള കാരണം കൂടെ ഉണ്ട്. ശരിക്കും നമ്മളീ പറയുന്ന മാനേജ്മെൻറ്റ് സ്കൂളുകളെല്ലാം പഠിപ്പിക്കുന്നത് നന്നായി പഠിച്ചൊരു ജോലി നേടാനാണ്. എപ്പോഴും ഈ പറഞ്ഞ ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ടയർ 1 ഈ പറഞ്ഞ MBA കോളേജുകളെല്ലാം പഠിപ്പിക്കുന്നത് എത്രത്തോളം പേ സ്കെയിൽ കൂടുതലുള്ള ജോലി കിട്ടുമെന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ, ആ സ്റ്റുഡൻസ് ഒരു കമ്പനി ഫൗണ്ട് ചെയ്യുന്നതിനേക്കാളും നോക്കുന്നത് എത്ര LPA എൻ്റെ സാലറിയിൽ കൂടുതൽ കിട്ടുമെന്നുള്ളതാണ്. നേരെ മറിച്ച് എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കി കഴിയുമ്പം എഞ്ചിനീയറിംഗിനകത്ത് അവർ LPA നോക്കുന്നതിനേക്കാട്ടിലും അവർ കുറച്ചുകൂടെ കൂടുതലും ഡ്രോപ്പ് ഔട്ട്സ് നമ്മൾ കാണുന്ന എഞ്ചിനീയറിംഗിലാണ്. അതുപോലെ തന്നെ അവർ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പഠിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 കാരണങ്ങൾ, ഒന്ന് കരിക്കുലത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പഠനത്തിൻ്റെ മെത്തഡോളജിക്കകത്ത് തന്നെ എഞ്ചിനീയറിംഗ് ഒരു പ്രോബ്ലം സോൾവിങ്ങും മാനേജ്മെൻറ്റിനകത്ത് ഒരു പ്രോബ്ലം മാനേജ്മെൻറ്റും പഠിപ്പിക്കുകയും, അതോടൊപ്പം തന്നെ ഈ പഠനത്തിൽ സംഭവിക്കുന്നത് മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ട് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് നേടാനാണ് ആളുകളെ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും കമ്പനികൾ ഫൗണ്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ റിസ്ക് എടുക്കുന്നതും എല്ലാം മാനേജ്മെൻറ്റിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഈ കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ എഞ്ചിനീയേഴ്സ് കൂടുതൽ ഫൗണ്ടേഴ്സായിട്ട് വന്നിരിക്കുന്നത്.